റൂൾ 50 പ്രകാരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത് നന്നായി സാർ. 2016 മുൻപ് കേരളത്തിൽ തകർന്ന് തരിപ്പണമായി പോയിരുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊന്ന് ഓർമ്മിക്കുന്നതിനും ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള സമീപനവും കാഴ്ചപ്പാടും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും ഇന്നിവിടെ നടന്ന ചർച്ചയിലൂടെ വിഷയ അവതരണത്തിലൂടെയും കഴിഞ്ഞു സാർ. സാർ, ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ അദ്ദേഹം ഒരു വാചകം ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്? നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചതായി അദ്ദേഹം പറഞ്ഞു. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അങ്ങ് പറഞ്ഞത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ വഴങ്ങാം. ഇപ്പൊ ഞാൻ ശരി. അപ്പോ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി വന്ന് വലിയ ഒരു ജനസമൂഹത്തിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് സാർ അവിടെ കുണ്ടറയിലെ പുതിയ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഞാൻ സംസാരിക്കാൻ അനുവദിക്കൂ ബഹുമാനപ്പെട്ട കുണ്ടറ MLA, അങ്ങ് സംസാരിക്കൂ. ഞാൻ തുടങ്ങി ഒരു സെന്റൻസ് അല്ലേ ആയുള്ളൂ. ഞാൻ വഴങ്ങാം, അങ്ങേക്ക് വഴങ്ങാലോ. ഞാൻ സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും വഴങ്ങാം. ഞാൻ വഴങ്ങാം. ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കും. ഞാൻ സഭയിലല്ലേ പറയുന്നത്, തീർച്ചയായിട്ടും വഴങ്ങാം. എന്ത് പോയിന്റ് ഓഫ് ഓർഡർ അങ്ങ് പറഞ്ഞതാണ് വിഷ്ണു? അത് ശരിയല്ല വിഷ്ണു. നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് വിഷ്ണു. നിങ്ങൾ ആദ്യം ഈൽഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അവർ ഈൽഡ് ചെയ്തില്ല. പിന്നെ അവർ പറഞ്ഞല്ലോ ഷോ സം പേഷ്യൻസ്. ഓക്കെ. ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ നിയോജക മണ്ഡലത്തിൽ കുണ്ടറയിൽ ജനുവരി മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം കുണ്ടറയിലുള്ള താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഉദ്ഘാടനം ചെയ്തിരുന്നു സാർ. അവിടെ 76 കോടി രൂപ ഉപയോഗിച്ചാണ് പഴയൊരു കെട്ടിടം, വളരെ സ്ഥലപരിമിതികളുള്ള ഒരു ബോർഡ് മാറ്റിവെച്ചിരുന്ന ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ബോർഡ് മാറ്റിവെച്ചിരുന്ന ഒരു ആശുപത്രി 76 കോടി രൂപ ഉപയോഗിച്ച് ബഹുനില കെട്ടിടം ഉള്ള ഒരു ആശുപത്രിയായിട്ട് മാറ്റിയിട്ടുണ്ട് സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ 74 വയസ്സുള്ള ഒരു അമ്മ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആ അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നാണ്. അവർ ഇതുവരെ ഡയാലിസിസ് ചെയ്തിരുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് സാർ. അവർ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ 2000 രൂപ കൊടുത്താണ് ഒരു ഡയാലിസിസ് സ്വകാര്യ ആശുപത്രിയിൽ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് സർക്കാർ സംവിധാനത്തിൽ ആ 2000 രൂപ കൊടുക്കാതെ എനിക്ക് ഇതിവിടെ ചെയ്യാൻ കഴിയുന്നു എന്ന് ആ ലക്ഷ്മിക്കുട്ടിയമ്മ അവിടെ പറയുന്നുണ്ട് സാർ. അതുപോലെ തന്നെ ആ അമ്മ പ്രൈവറ്റ് ആശുപത്രിയിലാണ് സാർ ചെയ്തിരുന്നത്. ഞാൻ ആ പ്രൈവറ്റ് ആശുപത്രിയുടെ പേര് പറയുന്നില്ല. 70 വയസ്സുള്ള മുരളീധരൻ നായർ എന്നൊരു അച്ഛൻ, പ്രായമുള്ള വ്യക്തി, അദ്ദേഹം അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സാർ. ഈ ഒരേ ഷിഫ്റ്റിലാണ് രണ്ടുപേരും ഉള്ളത്. അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്, കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സാർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവിടെ അദ്ദേഹവും 1800 രൂപയോ മറ്റോ കൊടുത്തിരുന്നാണ് ഡയാലിസിസ് ചെയ്തിരുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഒരു ഡയാലിസിസിന് 1500 മുതൽ 2000 രൂപ വരെ, ആഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചെയ്യും. ആഴ്ചയിൽ 4500 രൂപ, ഒരു മാസമാകുമ്പോഴേക്കും 18000 രൂപ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ് സാർ. ബഹുമാനപ്പെട്ട MLA-യുടെ നിയോജക മണ്ഡലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് സാർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിലൂടെ സ്വകാര്യ മേഖലയിൽ ഡയാലിസിസ് ചെയ്തിരുന്ന, ഒരു ഡയാലിസിസിന് 2000 രൂപയും പിന്നെ വണ്ടിക്കൂലിയും മറ്റു പ്രയാസങ്ങളും നേരിട്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് ഡയാലിസിസ് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമാണ് സാർ, ആരോഗ്യ വകുപ്പിന്റെ നയമാണ് സാർ. ഇവിടെ 12 ആശുപത്രികളിലാണ് 2016 മുൻപ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത്. ഇന്ന് അത് 125 ആശുപത്രികളായി ഉയർന്നു സാർ. ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കണം സാർ. 125 ആശുപത്രികൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ദിവസം 3000 രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ, സൗജന്യമായി വിവിധമായിട്ടുള്ള സ്കീമുകളിൽ. അതിന്റെ സാമ്പത്തിക വശം നമ്മളൊന്ന് ആലോചിച്ചാൽ 60 ലക്ഷം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ദിവസം സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കേണ്ടി വരുന്നില്ല സാർ. അത് സർക്കാർ സംവിധാനത്തിലൂടെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് സാർ. ഇതേ സമയം തന്നെ സാർ കൊല്ലം ജില്ലയുടെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ
ഉള്ള കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ടയുടെയും ബോർഡറിൽ ഒരു വിദ്യ എന്നുള്ളൊരു പെൺകുട്ടിയോട് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞാണ് സർ. ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ കൈ രണ്ടായിട്ട് വെട്ടി ഭർത്താവ് ആക്രമണത്തിലൂടെ വെട്ടിമാറ്റിയ അവൾ ചെന്ന് നിന്നപ്പോൾ, അവളെയും കൊണ്ട് മാതാപിതാക്കൾ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപ വേണം. ഇവരാക്ഷേപിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് സർ അവിടുത്തെ ഡോക്ടർമാർ ആ കൈകൾ തുന്നിച്ചേർത്തത്. അവളുടെ ഞരമ്പുകളിലൂടെ രക്തമൊഴുകിയത്, ആ രക്തമൊഴുകുന്ന ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മകനെയും ചേർത്ത് പിടിച്ച് അവൾ ഈ സമൂഹത്തിൽ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട് സർ. സർ, ഇനി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് വായിക്കാം സർ. ബഹുമാന്യനായിട്ടുള്ള UDFന്റെ കാലത്ത് അന്നത്തെ ബഹുമാന്യനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സർ. നമുക്കൊന്ന് നോക്കാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് അന്നത്തെ MLA ആയിരുന്ന ശ്രീ ജെയിംസ് മാത്യു ആണ്. അതില് ചോദ്യം ഇതാണ്: ഇക്കാലയളവിനുള്ളിൽ ഇതുവരെ സർക്കാർ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ എത്ര? അവർ ആരല്ല? അവർക്ക് എന്തൊക്കെ ധനസഹായം നൽകിയിട്ടുണ്ട്? സർ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2014 ഡിസംബർ മാസത്തിലാണ് സർ. ഉത്തരം: 5 പേർക്ക് തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് സർ. വിജയലക്ഷ്മി, രാജൻ, തങ്ക, ബാലൻ, കുട്ടപ്പൻ. തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനസഹായം നൽകിയിട്ടില്ല. സർ, ഇത് പറയുമ്പോ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാതെ തിമിര ശസ്ത്രക്രിയ ചെയ്ത് കാറ്ററാക്ട് സർജറിയാണ് സർ. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ, ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയിൽ ഈ ശനിയാഴ്ച ഒരു ശസ്ത്രക്രിയ നടത്തി സർ. അത് ട്രാൻസ്പ്ലാന്റ് സർജറിയാണ്. കോർണിയ മാറ്റിവെച്ചു സർ. നേത്രപടലം മാറ്റിവെച്ചു. നേത്രാന്തത മാറ്റുന്നതിന് വേണ്ടി നേത്രപടലം മാറ്റിവെച്ചു. രാജ്യത്ത് ആദ്യമായ ഒരു ജില്ലാ ആശുപത്രിയിൽ സർ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. അവിടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ആ രോഗി സുഖമായിട്ട് പോവുകയാണ് സർ. സർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഈ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോവാം സർ. 2014 വീണ്ടും ഒരു ചോദ്യം. ജെയിംസ് മാത്യു MLA, അന്നത്തെ MLA തന്നെയാണ് സർ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ എത്ര നഴ്സസ് ജോലി നോക്കുന്നുണ്ട്? 1438. എത്ര ഒഴിവുണ്ട്? 831. പകുതി ആളുകൾ പോലും തൽസ്ഥാനത്തില്ല സർ. അന്നത്തെ ഒരു സ്ഥിതിയാണ് സർ. സർ, ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതും എത്ര പേർക്കാണ്? സർ, ഉത്തരം 16 പേരാണ് സർ. അന്നത്തെ UDFന്റെ കാലഘട്ടത്തിൽ സർ. എന്നാണ് കൊടുത്തത്? 2016 ഫെബ്രുവരി മാസം 12-ാം തീയതി UDF സർക്കാരിന്റെ അവസാന കാലത്ത് അന്ന് കൊടുത്ത മറുപടിയാണ് സർ. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്, ഞെട്ടിക്കുന്നതാണ് സർ. ഇക്കാലയളവിനുള്ളിൽ നാളിതുവരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും എത്ര പേർ മരണപ്പെട്ടു എന്ന് വ്യക്തമാക്കാമോ? 950 പേർ സർ. 950 പേർ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സർ. സാർ, നേരത്തെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മൂവാറ്റുപുഴ MLA അദ്ദേഹം പറഞ്ഞില്ലേ മാതൃമരണ നിരക്കിന്റെ കാര്യം? ഞാൻ അതിനെക്കുറിച്ച് പറയാം. തിരുവിതാംകൂർ കൊച്ചി രാജഭരണ കാലത്തെ ഒന്ന് കാര്യം പറയണ്ടല്ലോ സർ. നമുക്ക് 2016 10 വർഷം മുമ്പുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോകാം. എത്രയായിരുന്നു സാർ അന്നത്തെ മാതൃമരണ നിരക്ക്? 43 ആയിരുന്നു സാർ. 43. ഞാൻ മരണപ്പെട്ട അമ്മമാരുടെ, സ്ത്രീകളുടെ കണക്കാണ് ഈ സഭയിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത. 950 പേർ മരിച്ചു എന്ന കണക്കാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാർ, ചില പത്ര കട്ടിങ്ങുകൾ കൂടി ഞാൻ വീണ്ടും മറുപടികളിലേക്കുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് പത്ര കട്ടിങ് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുകൊണ്ട് കേരളം ICUവിൽ സാർ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വരാന്തയിൽ ബഹുമാനപ്പെട്ട MLA നേരത്തെ പറഞ്ഞല്ലോ, തളർന്നവശയായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇനി നിരവധി പേർ ക്യൂവിലുണ്ട്. ഇനി അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സാർ, പ്രമേഹം സംബന്ധമായ അസുഖത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഡോക്ടറെ കാണാൻ എത്തിയതാണ് വാമനപുരം സ്വദേശി പ്രഭ. മെഡിക്കൽ കോളേജായി കൊട്ടിയാഘോഷിച്ച് പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാതെയും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ഒരു ആശുപത്രി. സർ, UDFന്റെ കാലഘട്ടത്തിലാണ്, 2015 സർ. 2015 സർ ഇത് വന്നിട്ടുള്ളത്. സർ, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിൻ ക്യാൻസർ സെന്റർ ജലരേഖയായി. ബഹുമാന്യനായിട്ടുള്ള രാജീവ് മിനിസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണ് എറണാകുളം ജില്ല സർ. അദ്ദേഹവും പങ്കെടുക്കണം ആ ചടങ്ങിൽ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സർ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ സർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തിയായി എന്നുള്ളത് മാത്രമല്ല, എക്യുപ്മെന്റ്സ് എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്, തസ്തികകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ടുണ്ട് സർ.
ജലരേഖയായി റിസർച്ച് സെന്റർ തന്നെയാണ് സാർ. അത് ക്യാൻസറിന്റെ റിസർച്ച് സെന്റർ ആണ്. UDF-ന്റെ കാലത്ത് ജലരേഖയായി ഒരു കല്ല് പോലും ഇല്ലാതിരുന്ന ഒരിടത്താണ് സാർ. അവിടെ ഒന്നാന്തരം കല്ലും ഇല്ല സാർ. അവിടെ ഒരു കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് നിർമ്മിച്ചിരിക്കുന്നത് സാർ. സാർ അടുത്തൊരു വാർത്ത സാർ, സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യം ഇല്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ് സാർ? കാത്ത് ലാബിനെ കുറിച്ചാ. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ UDF 10 വർഷം മുമ്പുള്ള, എനിക്ക് തോന്നുന്നു ഇത് മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, അതിലുള്ള ഒരു വാർത്തയാണ്. സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. 250 ലാബ് തുടങ്ങുന്ന പ്രഖ്യാപനം നടപ്പായില്ല.